മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ എത്തുകയാണ് നാളെ വൈകുന്നേരം 6 മണിക്ക്. എന്താണെങ്കിലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുമ്പോൾ നല്ല രസകരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അത് ഇറക്കിയിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാം. എന്താണെങ്കിലും ഈ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ ആദ്യ അഭിപ്രായത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ആദ്യം ആ ടീസർ വന്നപ്പോഴുള്ള അഭിപ്രായത്തിൽ നിന്ന് മാറി വെറൈറ്റി പിടിക്കുന്ന സിനിമ എന്നുള്ളത്, ചുമ്മാതെ മമ്മൂട്ടി കമ്പനി ഏതെങ്കിലും ഒരു സിനിമയിൽ കൊണ്ട് തല വെക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ ഒരു പോസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. ഒരു അനൗൺസ്മെൻറ്റിൽ പോലും പറഞ്ഞിരിക്കുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഒരു റോസ് കളറിലെ ആ ഒരു പോസ്റ്റർ സാധാരണ ഭിത്തിക്ക് ഒട്ടിച്ചിരിക്കുന്നു. നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ തന്നെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ എന്ത് റേഞ്ച് ആയിരിക്കും ഈ ഒരു സിനിമ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ക ലോ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഇവിടെ ഒഫീഷ്യൽ ട്രെയിലർ ടുമാറോ at 6 PM IST CI ഡൊമിനിക്, അതെ CID എന്നുള്ള ലെവലിൽ തന്നെയുള്ള പേരാണ് വന്നേക്കുന്നത്. അതായത് അവരൊരു എല്ലാം ഉടായിപ്പ് പരിപാടിയാണ്, ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇവരുടെ എന്നുള്ളത് ആദ്യം തന്നെ CI ഡൊമിനിക് എന്നുള്ള പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ CID എന്നുള്ള പേര് വരുന്നു. അപ്പോൾ ഡൊമിനിക്കായിട്ട് മമ്മൂട്ടി എത്തുന്നു, അതേപോലെ അസിസ്റ്റൻ്റായിട്ട് അതും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മമ്മൂട്ടി മെയിൻ ഡിറ്റക്റ്റീവ് അസിസ്റ്റൻറ്റ് എന്ന പേര് ഇട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. പിന്നെ ഒരു ഏറ്റവും സൂപ്പറായിട്ട് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കത്താത്തൊരു കാര്യം, അതായത് വൺ മോർ ഗോൾഡൻ ഫെദർ ഇൻ അവർ ഡിറ്റക്റ്റീവ് ഹാറ്റ്, ഗൗതം വാസുദേവൻ ഹാസ് മേഡ് എ ഫിലിം അബൌട്ട് അവർ ഏജൻസി. ഒരു പക്ഷേ അതായിരിക്കുമോ സിനിമ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അവർ കൂടുതൽ മാർക്കറ്റ് ചെയ്യണം. അതായത് ജോലിയൊന്നുമില്ലാത്തവർ ജോലിക്ക് വേണ്ടി ഇറങ്ങി അവർ തന്നെ തട്ടിക്കൂട്ടി ഒരു പരിപാടി തുടങ്ങുന്നു, ഒരു സംരംഭം തുടങ്ങുന്നു. ഇൻവെസ്റ്റിഗേഷനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനെയും കിട്ടി മെയിൻ ഡിറ്റക്റ്റീവിന്. ആ അസിസ്റ്റൻറ്റുമായിട്ട് അവർ തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ പോകുന്നു. എല്ലാ വള്ളിക്കെട്ടും പിടിക്കും എന്നുള്ള ലെവലിലുള്ളത്. അങ്ങനെ അവർ സർവീസസ് അവർ എഴുതിയിരിക്കുന്നു, അണ്ടർ കവർ സർവീസസ്, പിന്നെ മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ്, അതായത് ആളെ കാണാത്തവരെ കണ്ടുപിടിക്കുക, മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ്, നമുക്ക് വസ്തുക്കൾ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്, വെരിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസിൽ ഉടായ്പ് കാണിക്കുന്നവരെ പൊക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി മുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടി മുട്ടിയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് കൂടുതൽ കാശ് മേടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇൻഷുറൻസ് ക്ലെയിംസിൻ്റെ കാര്യങ്ങൾ. മാട്രിമോണിയൽ വെരിഫിക്കേഷൻ, അതായത് പെണ്ണും ചെറുക്കനെയും കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീട്ടിലെത്തിച്ചു കൊടുക്കുക, ലവ് അഫെയർ ഇൻവെസ്റ്റിഗേഷൻ, പിന്നീട് ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ, തട്ടിപ്പ് തരികട അതെല്ലാം കണ്ടുപിടിച്ച് കൊടുക്കുക. 8ാമത്തെ പോയിൻ്റാണ് ഇതിനകത്തിൽ ഏറ്റവും രസകരമായി എക്സെട്ര, അതായത് തുടങ്ങിയ എന്ത് പരിപാടികളും നടത്തും എന്നുള്ളത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തുടായ്പും കാണിച്ച് നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അവർ ചേർന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ അവരെന്തും ചെയ്യാൻ തയ്യാറാണ്, അവർക്ക് വർക്ക് കിട്ടുക, കാശ് കിട്ടുക എന്നുള്ളത്. ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്നുള്ള പേരുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരുന്നു. പക്ക ലോക്കൽ, അതിൻ്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. 221B MM അപ്പാർട്ട്മെൻറ്റ്സ്, സ്റ്റേഡിയം ലിങ്ക് റോഡ്, കലൂർ, എറണാകുളം. എടുക്കാനായിട്ടുണ്ട്. അതായത് ആ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു ലോക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ജീവിതമാണ് ഈ സിനിമ എന്നുള്ളത്. അതായത് സാധാരണക്കാരായ 2 വ്യക്തികൾ, ഇവിടെ ഒരു മണ്ടത്തരവും വലിയ മണ്ടനാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, അഡ്രസ്സും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടീസറിനകത്തിൽ ഇടിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അഡ്രസ്സ് എഴുതി വെച്ചേക്കുന്ന പോലെ നമ്മൾ ആ പണ്ട് സപ്തമശ്രീ തസ്കര എന്ന സിനിമയിൽ കണ്ടതുപോലെ ഒളി ക്യാമറ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ച പരിപാടി അതേപോലെ തന്നെയാണ് ഇതിനകത്തിലും കാണാൻ കഴിയുന്നത്. അതിനകത്തിൽ നമുക്കങ്ങ് കത്താത്ത കാര്യം, ഗൗതം വാസുദേവൻ ഹാസ് മേഡ് ആൻ ഫിലിം അബൌട്ട് അവർ ഏജൻസി, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു രസകരമായ ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഒരു ട്രെയിലർ അല്ലെങ്കിൽ ട്രെയിലർ വരിക എന്നുള്ളതല്ല, ഒരു പോസ്റ്റർ വന്നിരിക്കുന്നു. ഈ പോസ്റ്ററിൻ്റെ തൊട്ടടുത്ത് നമുക്ക് മഞ്ഞ കളറിൽ കാണുന്നത് അവരുടെ തന്നെ പോസ്റ്ററാണ്. അതായത് എല്ലായിടത്തും അവരുടെ തന്നെ പരിപാടി നടത്തുന്നു, എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി എല്ലായിടത്തും കയറി അടിയും മേടിച്ച് മണ്ടത്തരങ്ങളും കാണിച്ച് പോകുന്ന, എന്നാൽ ചെറുകിട സംഭവമായി പോയി വലിയ ഷോ കാണിച്ച് പോകുന്ന, അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള ലോക്കൽ സെറ്റപ്പിലുള്ള ഒരു സംഭവമായിട്ട് തന്നെ തോന്നുന്നു. പക്ക ലോ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന ഒരു സിനിമ തന്നെയാണ്. ഇന്ന് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, എറണാകുളത്ത് മാത്രം ചിത്രീകരിച്ചിരിക്കുന്നതാണ്. കഥയും കാര്യങ്ങളുമൊക്കെ അറിയാവുന്നിടത്തോളം നല്ല ഒരു രസകരമായിട്ടുള്ള തീമാണ് എന്നറിയാം. പ്രത്യേകിച്ച് ഗൗതം വാസുദേവൻ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തതയും ഉണ്ടാകും. എന്തായാലും വ്യത്യസ്തത ഇതിൻ്റെ തുടക്കം മുതൽ ഇവർ പിടിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ മുഖമുദ്രയും. ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം വ്യത്യസ്തത പുലർത്തിയിരുന്നു, ഈ സിനിമയിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അത് ത്രൂ ഔട്ട് സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ക്ലിക്കാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടീസർ പോലെ ഇരിക്കും. എന്തായാലും ഒരു പ്രതീക്ഷ അർപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ടിട്ട്
നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ഗ്യാരണ്ടീഡാണ്, നല്ലതായിരിക്കുമെന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കൂടുതൽ ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തുക. എന്തായാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് മീഡിയാസ്.